ഇതുവരെ നമ്മൾ ജോമെട്രി ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് മോഡലും ബാക്കിയുള്ള പ്രോസസ്സുമാണ്. അതായത് നമ്പർ 4 to 7 ഈ മോഡൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വരും. അങ്ങനെ ആകുമ്പോൾ മോഡൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പം ഇതിപ്പം വരച്ചേക്കുന്ന ജോമെട്രി എത്രമാത്രം കോംപ്ലക്സ് ആണോ അത്രയും ടൈം എടുത്ത് നമ്മളുടെ ഈ വിൻഡോ ഓപ്പൺ അപ്പ് ആകത്തുള്ളൂ. നമുക്കിവിടെ ഈ മോഡൽ വന്നു. അത് നമ്മൾ എക്സ് വൈ പ്ലെയിൻ കാണാൻ വേണ്ടിയിട്ട് ഇസഡ് ആക്സിസിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോമെട്രിയുടെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് കാണാൻ വേണ്ടി നമുക്ക് ആ പ്ലസ് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സർഫസ് ബോഡി കണ്ടില്ലേ, അതിലാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നേക്കുന്നത്. അപ്പോൾ അത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അനാലിസിസ് 3Dയിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒബ്ജക്റ്റ് 3D ആണ്. അപ്പോൾ തിക്നെസ് നമ്മളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തിക്നെസ് ഒരു 0.1 ആയിട്ട് കൊടുക്കുകയാണ്. സമയം അത് 2Dയിലായിരുന്നു. നമ്മൾ 2D അനാലിസിസ് ആയിരുന്നു കൊടുത്തതെങ്കിൽ ഇങ്ങനൊരു ഈ കാരണത്താൽ തിക്നെസ്സിൻ്റെ കാരണത്താൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് മെറ്റീരിയലിനകത്ത് അസൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതിനകത്തുനിന്ന് ഇപ്പോൾ സ്ട്രക്ചറൽ സ്റ്റീലാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ സാൻഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പ്രോപ്പർട്ടിയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഇപ്പം ഞാനിപ്പം കോൺക്രീറ്റ് കൊടുക്കുവാണ്. അത് കോൺക്രീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് ടിക്ക് ഓൺ കിട്ടും. ഇനി അത് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മെഷ് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പം ഇൻസേർട്ടിനകത്ത് നമ്മൾ മെഷിൻ്റെ സൈസ് കൊടുക്കാൻ പറ്റും. ഓൾറെഡി നമുക്കൊരു ഡിഫോൾട്ട് മെഷുണ്ട്. അപ്പം നമുക്ക് അവർ തന്നെ ഒരു സൈസ് കൊടുത്ത് ഒരു മെഷ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ മതി. അപ്ഡേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള മെഷ് കാണാൻ പറ്റും. ഇനി അതല്ല നമ്മളുടെ അനുസരിച്ചുള്ള സൈസ്, അതായത് നമുക്ക് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ വല്ലതും ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സൈസിങ് കൊടുക്കുക. അതല്ലെങ്കിൽ പിന്നെ ഈ മെഷ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ. അവിടെ സൈസിങ് കൊടുത്താൽ ഇത് രണ്ട് ഓപ്ഷൻ കൊടുത്താലും സെയിം രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഹോൾ ബോഡിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഹോൾ ബോഡി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബോഡി എലമെൻ്റ് എന്ന് പറയുന്നതുണ്ട്. അതല്ലെങ്കിൽ കൺട്രോൾ B കൊടുക്കാം. അതല്ല ഫേസ് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ Ctrl+F പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എഡ്ജാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ Ctrl+E കൊടുക്കുക. അത് നമ്മുടെ എഡ്ജ് സെലക്ഷൻ കിട്ടും. ഇനി അതല്ല പോയിന്റ് ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെർട്ടെക്സ് നോഡാണ് സെലക്ട് ചെയ്യണമെങ്കിൽ Ctrl+P. അപ്പോൾ ഇവിടെ നമ്മുടെ ഫുൾ ബോഡിയിലാണ് നമുക്ക് മെഷ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ബോഡി സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബിഹേവിയർ നമ്മളിപ്പോൾ ഹാർഡായിട്ട് സെലക്ട് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് എലമെൻറ്റ് സൈസ് നമ്മളിപ്പോൾ ഒരു 1 മീറ്റർ ആയിട്ട് ഇപ്പോൾ സപ്പോസ് നമ്മളങ്ങ് കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഇനിയും നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് മെഷ് കൊടുക്കാം. അങ്ങനെ ആകുമ്പം നമ്മുടെ 1 മീറ്റർ സൈസിലുള്ള മെഷ് ഇച്ചിരി കൂടെ ഫൈനറായിട്ട് വരും. നമുക്ക് ഇനിയും ഫൈനർ വേണമെങ്കിൽ അതനുസരിച്ച് റെഡ്യൂസ് ചെയ്താൽ മതി. ഇനി സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഫിക്സഡ് സപ്പോർട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ബോട്ടം പോർഷൻ നമുക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സഡ് സപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് സ്ലൈറ്റായിട്ടൊന്ന് മൂവ് ചെയ്തിട്ട് ആ ബോട്ടം എഡ്ജ് നമുക്ക് ഫിക്സഡായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജ് സെലക്ഷൻ പ്രസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടത്തിൽ പ്രസ് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ബോട്ടം പോർഷൻ നമുക്ക് ഫിക്സഡ് ആയിട്ട് വന്നു. ഇനി നമ്മൾ റൈറ്റ് ക്ലിക്ക് പിന്നെയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫോഴ്സ് ഒരു ലോഡ് കൊടുക്കാം. അത് നമ്മളിതേണ്ട ഇൻസേർട്ടിനകത്ത് ഫോഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ആ ഫോഴ്സ് ഓപ്ഷനിൽ ഞെക്കുക, പ്രസ് ചെയ്യുക. ഫോഴ്സ് ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനകത്ത് ഈ ഒരു എഡ്ജിനകത്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ എഡ്ജിൽ സെലക്ഷന് എടുത്തിട്ട് അപ്ലൈ കൊടുക്കുക.
അപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു വെക്ടറായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പോണൻസ് XY കമ്പോണൻസിനകത്ത് കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് റിസോൾവ് ചെയ്യുന്നതിന് പകരം ഒരു സ്ലാൻഡ് ആയിട്ടോ അങ്ങനെ ആയിട്ട് നമുക്ക് കൊടുക്കുന്നതിന് പകരം XY കമ്പോണൻസ് ആയിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കൊടുക്കുന്ന രീതിയിൽ. അപ്പം ഇപ്പം ഞാൻ വെക്ടർ കൊടുക്കുകയെന്നിരിക്കുക. അപ്പം മാഗ്നിറ്റ്യൂഡ് ഒരു 50 ന്യൂട്ടൺ വെച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് ഇതിപ്പോൾ ഡയറക്ഷനിൽ നമുക്കിഷ്ടമുള്ള ഡയറക്ഷന് കൊടുക്കാം. ഇതിപ്പോൾ പോസിറ്റീവ് Y ഡയറക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് Y ഡയറക്ഷൻ കൊടുക്കാം. അപ്പോൾ ഏത് ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സ്റ്റാറ്റിക് സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ലോഡ് കണ്ടീഷൻ കൊടുക്കുന്നത്. ഇത് രണ്ടെണ്ണം ചെയ്താലേ നമുക്കൊരു മിനിമം റിക്വയർമെൻറ്റ്സ് എങ്കിലും സ്റ്റാറ്റിക് സ്ട്രക്ചറിൻ്റെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അല്ലാത്ത പ്രഷർ, ബിയറിംഗ് ലോഡ്, അങ്ങനത്തെ എന്ത് വേണേലും കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് സൊല്യൂഷനകത്ത് പോയിട്ട് ഏതൊക്കെ റിസൾട്ട്സ് ആണ് നമുക്ക് വേണ്ടത്, അതായത് ഡിഫോർമേഷൻ ആണോ, ടോട്ടൽ ഡിഫോർമേഷൻ ആണോ, സ്ട്രെയിൻ ആണോ, അതല്ലെങ്കിൽ പ്രിൻസിപ്പൽ സ്ട്രെയിൻ ആണോ, ഷിയർ ആണോ, എന്തുവെന്ന് വെച്ചാൽ ചെയ്യാം. ടോട്ടൽ ഡിഫോർമേഷൻ എനിക്ക് വേണമെന്നുണ്ട്, ടോട്ടൽ ഡിഫോർമേഷൻ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഷിയർ സ്ട്രെസ് എനിക്ക് വേണ്ടതുണ്ട്, ഷിയർ സ്ട്രെസ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ എനിക്ക് വേണം, അതുകൊണ്ട് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം എല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ സോൾവ് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം വരും. അത് ടോട്ടൽ ഡിഫോർമേഷൻസ് വന്നേക്കുന്നത് ഇപ്പോൾ കാണാൻ നമുക്ക് പറ്റും. മിനിമം ടു മാക്സിമം കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കളർ കോഡ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എവിടാണ് മിനിമം വരുന്നത്, എവിടാണ് മാക്സിമം വരുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു വെറുതെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഷിയർ സ്ട്രെസ്സും നമുക്ക് കാണാൻ പറ്റും, മാക്സിമം ഇലാസ്റ്റിക് സ്ട്രെയിനും കാണാൻ പറ്റും. ഇതെല്ലാം കളർ കോഡ് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാനാണെങ്കിൽ ഇപ്പം നമുക്ക് ആനിമേഷൻ കാണാൻ പറ്റും. അതായത് 0 ലോഡ് അപ്ലൈ ചെയ്യുന്ന തൊട്ട് ഫുൾ 50 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നിടം വരെ നമുക്ക് കാണാൻ പറ്റും. ഇനി അത് നമുക്ക് സേവ് ചെയ്യാൻ എക്സ്പോർട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അത് പോയിട്ട് സേവ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പം നമ്മൾ ആ ഒരു ഡിഫോർമേഷൻ്റെ ബെൻഡിങ് ഇത്രയും കാണുന്നതെന്ന് വെച്ചാൽ ഓട്ടോ സ്കെയിൽ കൊടുത്തേക്കുന്നതുകൊണ്ടാണ്. അത് ഇച്ചിരി സ്കെയിൽ അപ്പ് ചെയ്താണ് കാണിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. ഇനി ട്രൂ സ്കെയിൽ കാണിക്കുകയാണെങ്കിൽ ഇത്രയും ഡിഫോർമേഷൻ വന്നതായിട്ട് കാണത്തില്ല. ഇതിപ്പം ഷോ എലമെൻറ്റ്സ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ എന്തുവാ ഓരോ മെഷ് പോലെ കാണിച്ചേക്കുന്നത്. ഇതിപ്പം നമുക്ക് ഈ എലമെൻറ്റ്സ് കാണണ്ടായെങ്കിൽ നോ വയർ ഫ്രെയിം എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പം ആ ഒരു എലമെൻറ്റ്സ് കാണത്തില്ല. നമ്മൾ സാധാരണ ഷോ എലമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാക്സിമം എവിടെ മിനിമം എവിടെയെന്ന് ജസ്റ്റ് കളർ കോഡ് കണ്ടാൽ മനസ്സിലാവും. ബട്ട് സംടൈംസ് നമുക്കത് കറക്റ്റ് പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാക്സ് മിന്ന് എന്ന് പറഞ്ഞ് 2 പ്രോബുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം എവിടെ മിനിമം എവിടെ എന്നുള്ളത് കാണാൻ പറ്റും. ഇനിയും ഓരോ പൊസിഷനിലും ഉള്ള എന്തുവാ എത്രമാത്രം വാല്യൂ എന്ന് കാണാൻ വേണ്ടി പ്രോബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രോബ് ഞെക്കിയാൽ ജസ്റ്റ് സ്ലൈറ്റായിട്ട് മൗസ് മൂവ് ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ പോയിന്റിലെ വാല്യൂ എത്രയാണെന്നും. ആൻഡ് ഇൻ കേസ് ആ പോയിന്റിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നമ്മുടെ പ്രോബ് ഫിക്സായി അവിടെ മാർക്ക് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇന്നതാണ് ആ സ്ഥലത്തെ വാല്യൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് പ്രിവ്യൂവും കാണാൻ പറ്റും. ഏതൊക്കെ നമ്മുടെ യൂണിറ്റ്സ് ആണ്, എന്തൊക്കെ കണ്ടൻസ് ആണ്, അങ്ങനത്തെ എങ്ങനെയായിരുന്നു മോഡൽ, ഇതെല്ലാം നമുക്ക് ഈ റിപ്പോർട്ട് പ്രിവ്യൂവിനകത്ത് കാണാൻ പറ്റും. എന്ത് ടൈപ്പ് ഓഫ് മെഷാണ് ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റാറ്റിക് സ്ട്രക്ചർ അനാലിസിസ്.